ആരാണ്? എന്തേ? നമസ്കാരം. ആ നമസ്കാരം നമസ്കാരം. വരും, ഇങ്ങോട്ട് പോന്നോളി, ഇങ്ങോട്ട് പോന്നോ. ഇരിക്കി, നമസ്കാരം. ആ നമസ്കാരം. എന്തേ പോന്ന്? എനിക്ക് ആ ഒരു കല്യാണം കഴിക്കണം. കഴിച്ചിട്ടുണ്ടോ? ഇല്ല, കല്യാണം കഴിച്ചിട്ടില്ല. അല്ല അതല്ല, ആ നല്ല സ്മെല്ലും കൂടെ വരണ്ടേ? അത് ശരി. എന്തെങ്ങനെ എങ്ങനെയുള്ള ഓർത്ത് വരുമ്പോ ടെൻഷൻ ഉണ്ടോ? പെൺകുട്ടികളെ കാണാൻ വരില്ലേ, അപ്പൊ അതിന് വേണ്ടിട്ട് ഒരുങ്ങിയതാവും അല്ലേ? പെൺകുട്ടികളെ കാണാൻ കാണുമ്പോ അവർക്കൊരു ഇത് വേണ്ടേ? അപ്പോ നമുക്കൊന്ന് കാണാം കുട്ടികളെ. കാണാം, അതിന്റെ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്നാ വിളിച്ചോളി. ആരാ? കുട്ടികളെ വിളിക്കില്ലേ? എന്താ പറയണേ നിങ്ങള്? കുട്ടികളെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വിളിച്ചാൽ നമുക്ക് കണ്ടിട്ട് സെലക്ട് ചെയ്യാം. സുഹൃത്തെ, ഇത് എവിടെ വന്നിട്ടുള്ളതെന്ന് മനസ്സിലായ? മറ്റേ താലി കെട്ടി കൊടുക്കണ താലികെട്ടല്ലേ, താലികെട്ട്. അതിനിവിടെ ഇങ്ങനെ വരുന്നവർക്ക് കാണാൻ വേണ്ടി കുട്ടികളെ അവിടെ കെട്ടിയിട്ടേക്കല്ല കൊണ്ടുവന്ന് കാണിക്കാനേ. നമ്മള് അതിന് വേറെ രീതികളുണ്ട് കേട്ടോ. കുട്ടികളെ കാണാനേ നമ്മൾ ആദ്യം ഇവിടെ പേര് രജിസ്റ്റർ ചെയ്യണോ? രജിസ്റ്റർ ചെയ്യണ്ടല്ലോ. അതെ, കല്യാണം കഴിച്ചാൽ മതി. താലി കെട്ടി കല്യാണം കഴിച്ചാൽ മതി, രജിസ്റ്റർ വേണ്ട. എന്താ പേരെന്താ? പേര് സത്യശീലൻ. എത്ര വരെ പഠിച്ച്? SSLC സെക്കൻഡ് ഇയർ ആണ്. സെക്കൻഡ് ഇയറോ? രണ്ടു വട്ടം പരീക്ഷ എഴുതിയിട്ട് പൊട്ടി. എത്ര വയസ്സ്? എത്ര വയസ്സിപ്പോ 39 വയസ്സായി. ഇത് ഈ കണ്ണട കട പോത്തൊന്നും എടുക്കാറില്ലേ നിങ്ങള്? ഇവിടേക്ക് വരുമ്പോ ഒന്ന് ഇങ്ങനെ കുട്ടികളൊക്കെ കാണുമ്പോ ഒരു ഇത് വേണ്ടേ? നന്നായി. അത് വെച്ചതാ. നിങ്ങക്ക് ജോലി എന്താ? നിങ്ങക്ക് ശരിക്കും ജോലി ഇപ്പോ അങ്ങനെ ഒരു ജോലി എന്ന് പറയില്ല. ജോലി ഇല്ലേ? ജോലിയുണ്ട്, പക്ഷേ ഒരുപാട് ജോലികളുണ്ട്. അല്ല, അതിലത്തെ ഒരെണ്ണം പറയും. ഒരെണ്ണം അപ്പൊ ഞാൻ പടവിന് പോവും. ഈ വാർക്കപ്പണി അതിന് പോവും. പിന്നെ ചെത്തുണ്ട്. ഇങ്ങനെ ചെത്തി കിടക്ക്. ചെത്തില്ലേ? കള്ളെത്ത് ഇന്ന പണിയൊന്നുമില്ല, എല്ലാവരും ചെയ്യും. അത് ശരി. അപ്പൊ എന്തായാലും ഞാനേ ഒരു കാര്യം ചെയ്യാം. നിങ്ങൾക്ക് പറ്റൊരു പെൺകുട്ടീനെ ഞാൻ ആലോചിക്കാം, നോക്കട്ടെ. അപ്പൊ ഇവിടെ ഈ രജിസ്ട്രേഷൻ ഫീ എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്. ആ ഒരു പൈസ അടക്കണം. ഒരു 1500 ഇവിടെ രജിസ്ട്രേഷൻ ചെയ്യണം. അതൊരു ലേശം കുറയ്ക്കാൻ പറ്റുമോ? കുറച്ച് കുറയ്ക്കാൻ പറ്റുമോ ചോദിക്കാം. കുട്ടീനെ കുറയ്ക്കാൻ പറ്റിയ കുട്ടികൾ പൈസ കുറഞ്ഞ പ്രശ്നം എന്താ വെച്ചാ കുട്ടിയുടെ വയസ്സ് കൂടും. അത് വേണ്ട. 50-55 ആവും. 1500 നമ്മൾ ഉറപ്പിച്ചു. 1500 ഇങ്ങനെ ഇല്ല. 500, 500, 1000, 1200, 1300, 1400. ഇതിലുണ്ട്. ഇവിടെ നമ്മള് കറക്റ്റ് രജിസ്ട്രേഷൻ ഒക്കെ സത്യസന്ധമായിട്ടാണ് പോകുള്ളൂ ഇവിടെ. പിന്നെ 1500 ഉണ്ട് ഇതില്. ഞങ്ങള് ജാതകമൊക്കെ കൊണ്ടുവന്നോളി. ഇവിടെ നമുക്ക് അതൊക്കെ നോക്കി അവരുടെ ജാതകമൊക്കെ നോക്കി ഒത്ത് പോവോ വെച്ചെങ്കിൽ നമുക്ക് അത് കാര്യങ്ങൾ ഉറപ്പിക്കാം. ഞാൻ ഒന്നുകൂടി ചോദിക്കുന്നു. എന്താ? അത് അവർക്കൊരു കുട്ടിയുണ്ട്, ഇവിടെ സ്റ്റാഫാണ്. അത് അങ്ങനെ സംസാരിക്കരുത് കേട്ടോ. ഇപ്പൊ സ്ഥലത്ത് നിങ്ങള് ഒരു മര്യാദ രീതി അല്ല ഞാൻ പറയണ അത് വെച്ച് ഞാൻ സംസാരിക്കാം. ആയിക്കോട്ടെ. ഇല്ല അത് ആയിക്കോട്ടെ സാറേ. വേഗം നോക്കണം. പിന്നെന്താ, പെട്ടെന്ന് നോക്കാം. പേര് സത്യശീലൻ. വീട്ടുപേരും കൂടി പറഞ്ഞോ. വീട്ടുപേര് പറമ്പത്തൊടിയിൽ. ഫോൺ ഉണ്ടോ? മൊബൈൽ. അപ്പൊ എങ്ങനെ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യും? ഞാൻ പുറത്ത് വരാം. നാളെ മറ്റന്നൊക്കെ വരാം. അത് വേണ്ട, അടുത്ത വീട്ടിലെ ആരുടെങ്കിലും. എന്റെ ഒരു കൂട്ടുകാരനെ വരുന്നുണ്ട്, അതിലൊന്നും വിളിക്കും. എന്നാ പറഞ്ഞു. എപ്പോഴും വരണ്ടല്ലോ. പറഞ്ഞു. 949.
9496 9496 08 08 02 02. ഇപ്പൊ എത്ര നമ്പറായി? ഇതിപ്പോ 8 ആയുള്ളൂ. 801 0201. ഇനി വേറൊരു കാര്യം എന്താ അറിയോ സാറേ, ഈ നമ്പറിൽ വിളിക്കലോ, എന്നെ വിളിക്കില്ലേ, വിളിക്കുമ്പോ കല്യാണത്തിന്റെ ആവശ്യമായിട്ട് വിളിക്കുകയാണെന്ന് പറയണ്ട, അവരോട് പറയണ്ട, അവരത് മുടക്കും. കാരണം എന്നോട് ലേശം ഇതുള്ള ആളാണ്. പക്ഷെ ഇതൊക്കെ പറയും, ഫോണൊക്കെ വിളിച്ചാൽ അപ്പൊ പറയും. ആയിക്കോട്ടെ, അത് വേറൊരു ഞങ്ങളുടെ ഒരു ഇതാണ്. അവരെ കണ്ണില് കയ്യൂത്തണ്ട. അപ്പൊ ഞങ്ങൾ ആയിക്കോട്ടെ കേട്ടോ. ശരി ശരി ശരി.